ഇപ്പം സമയം ശരിക്കും 5:30-6 മണി ആവാറായിട്ടുണ്ട്. അപ്പം നാളത്തേക്ക് പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂ പറിക്കാനായിട്ട് വന്നതാട്ടോ. എൻ്റെ കൂടെ ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരൊക്കെ ഉണ്ട് ബാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ശരിക്കും നല്ല മഴക്കാറുണ്ട് കേട്ടോ. നേരത്തെ ഒരു മഴ പെയ്ത് തോർന്നതേ ഉള്ളൂ. ഇതാണ് പ്ലേസ്. ആക്ച്വലി ഇതിൻ്റെ സൈഡിലായിട്ടൊരു കനാലാണ് ഉള്ളത്. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇത് ഇങ്ങനെ പോണൊരു വഴിയാട്ടോ. ഇവിടെ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സൈഡിലൊരു കനാലാണ്. എനിക്ക് ശരിക്കും ഇങ്ങനെയുള്ള പ്ലേസസ് ഒക്കെയാണ് ഇഷ്ടം. ഒരു ഭയങ്കര ഒരു പീസായിട്ട് നമുക്ക് തോന്നുന്ന ഒരു പ്ലേസാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം അത്യാവശ്യം നല്ല മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കൂൾ ഫീലൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെയുള്ള പൂവാട്ടോ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണേ. ഈ ഒരു പൂവാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഈ പൂവിനെ ഞങ്ങൾ കൊങ്ങിണി പൂന്നാട്ടോ പറയാറ്. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പൂവിൻ്റെ ക്ഷാമം ഉള്ളത് കാരണവും അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് പറിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടും പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നടക്കാൻ ഇഷ്ടമുള്ളത് കാരണമാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നമ്പിളിയാണ് പൂ പറിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കവറൊക്കെ എടുത്ത് നടക്കണേട്ടാ. പണ്ട് ഞാൻ ഇതുപോലെ ചേമ്പിലിൽ വെള്ളാക്കി കുറേ കളിച്ചിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ ശരിക്കും അതൊക്കെയാണ് ഓർമ്മ വരണേ. ഒരാൾ കൊട പോലെ ചേമ്പിലേക്ക് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുക. ശരിക്കും ഈ ഒരു അരമണിക്കൂർ കൊണ്ട് എൻ്റെ ബാല്യകാലത്തേക്ക് തിരിച്ചു പോയൊരു ഫീലാണ് കിട്ടിയത്. ഭയങ്കര സന്തോഷം. വേറൊരാളും കൂടെ ആകാശത്ത് വന്നിട്ടുണ്ട്. സമയം അപ്പോൾ നന്നായി വൈകിയുണ്ട്. ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്.